ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോകാതെ ഹാങ്ങിങ് പോട്ടിലും വളർത്താൻ പറ്റിയ മാൻഡിവില്ല പ്ലാന്റ്സുകൾ കണ്ടാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല സൈസുകളിലുള്ള മാൻഡിവില്ല പ്ലാന്റ്സുകൾ നമ്മൾ സെയിലിനിട്ടിരുന്നു. എന്നാൽ ഹാങ്ങിങ് മാൻഡിവില്ല പ്ലാന്റ്സ് വളരെ റെയർ ആയിട്ട് മാത്രമാണ് നമുക്ക് ലഭിക്കാറുള്ളൂ. ഇന്നത്തെ കോംബോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഹാങ്ങിങ് മാൻഡിവില്ല പ്ലാന്റ്സ് ആണ്. ഇത് നോർമൽ ടൈപ്പ് അല്ല, ഹൈബ്രിഡ് ടൈപ്പ് ആയിരിക്കും. അധികം ഹൈറ്റ് വെച്ച് പടർന്നു പോകുന്ന ടൈപ്പ് ആയിരിക്കില്ല. ഇതുപോലെ ബുഷിയായിട്ട് നിന്നുകൊണ്ട് തന്നെ നിറഞ്ഞു പൂക്കളുണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു ഹാങ്ങിങ് മാൻഡിവില്ല പ്ലാന്റ്സിന്റെ പ്രത്യേകത. നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ മാത്രമല്ല, സ്റ്റാൻഡ് പോട്ടിലായാലും ഒരു സ്റ്റിക്കൊക്കെ കൊടുത്ത് കമാനം പോലെയൊക്കെ വളച്ച് വെച്ച് അങ്ങനെയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇതിന് ഫംഗൽ ബാധ വരുന്നതൊക്കെ വളരെ കുറവാണ്. മാൻഡിവില്ല പ്ലാന്റ്സിൻ്റെ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റായിട്ട് അതിൻ്റെ പോട്ടി മിക്സ് ആണ്. ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും ചേർത്തൊരു പോട്ടി മിക്സ് ആണ് ഏറ്റവും നല്ലത്. ചകിരിച്ചോറ് ആഡ് ചെയ്യാൻ പറയുന്നത് നന്നായിട്ട് വേരോട്ടം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ വെള്ളം തങ്ങി നിൽക്കുന്നതൊക്കെ കെട്ടി നിൽക്കുന്നതൊക്കെ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ്. ഈ സൈസിലുള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു തരുന്നത്. വിത്തൗട്ട് പോട്ടായിട്ടായിരിക്കും പ്ലാന്റ് അയക്കുന്നത്. കൂടുതൽ പ്ലാന്റ്സുകളും മൊട്ടോ പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സുകൾ തന്നെയാണ്. ഓരോ കളേഴ്സും ഇതുപോലെ പോട്ടിൽ കളേഴ്സ് അടയാളപ്പെടുത്തിയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കളേഴ്സിൻ്റെ കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. ഓരോന്നും കറക്റ്റ് കൺഫേം ആയ കളേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിങ്ക്, വൈറ്റ്, റെഡ് ഈ 3 കളേഴ്സാണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിത്തൗട്ട് പോട്ടായിട്ട് അയക്കുന്ന സമയത്ത് അല്പം മണ്ണോട് കൂടെ തന്നെയാണ് കേട്ടോ പ്ലാന്റ്സുകൾ അയക്കുക. ചെടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന മണ്ണ് റിമൂവ് ചെയ്യാതെ അതേപടി വേണം നിങ്ങൾ പോട്ടി മിക്സിലേക്ക് ഇറക്കി വെക്കാനായിട്ട്. മാൻഡിവില്ല പ്ലാന്റ്സുകൾക്ക് അധികം അടിവെള്ളം നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചാണകപ്പൊടി മാത്രം മതിയാകും. നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്ലാന്റ്സ് അത്യാവശ്യം ഹെൽത്തി ആയതിനു ശേഷം മാത്രം ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ DAP നമുക്ക് അടിവളമായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഈ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവയുടെ ലിങ്ക് നമ്മൾ ടാഗ് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ് ആയ ഈ മാൻഡിവില്ല പ്ലാന്റ്സിന് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമാണ്. പ്ലാന്റ്സ് കിട്ടിയ ഒരു 2 ആഴ്ചയോളം ചെറിയൊരു ഷെയ്ഡിൽ അത്യാവശ്യം വെളിച്ചം ലഭിക്കുന്ന ഭാഗത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് തന്നെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റിൽ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് മാറ്റരുത്. അത് പ്രത്യേകം എടുത്ത് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് കിട്ടിയ പാടനെ മാറ്റി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ക്ഷീണം മാറുന്നതിന് മുമ്പ് പ്ലാന്റ്സിന് കരിച്ചിൽ വരും. അതുകൊണ്ട് പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആയതിനു ശേഷം മാത്രം ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് മാറ്റുക. ഡെയിലി വാട്ടറിങ് അത്യാവശ്യമുള്ളൊരു പ്ലാന്റ്സ് ആണ്. എന്നാൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മാക്സിമം ഒഴിവാക്കണം. നല്ല ഡ്രെയിനേജ് ഹോളുള്ള പോട്ടിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. പ്ലാന്റ്സ് നടുന്ന സമയത്ത് നിങ്ങളുടെ കൈവശം ഫംഗിസൈഡൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് യൂസ് ചെയ്യുന്നതും നല്ലതായിരിക്കും. നമ്മൾ ഏതൊരു ഓൺലൈൻ പ്ലാന്റ്സ് ആയാലും അതല്ലാത്ത പ്ലാന്റുകളായാലും ഓൺലൈൻ അല്ല നഴ്സറികളിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങി റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ അതൊന്ന് ഫംഗിസൈഡ് യൂസ് ചെയ്ത് നടുന്നതാണ് ഏറ്റവും ഉത്തമം. ഫംഗിസൈഡായിട്ട് നിങ്ങൾക്ക് സാഫ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബാവസ്റ്റിൻ എന്നുള്ള ഫംഗിസൈഡും ഉപയോഗിക്കാവുന്നതാണ്. ബാവസ്റ്റിൻ കുറച്ചൊന്ന് റേറ്റ് വരുന്ന ഒരു ഫംഗിസൈഡാണ്, എങ്കിലും നല്ല റിസൾട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. ഈ സൈസിലുള്ള 3 പ്ലാന്റ്സുകൾക്ക് 750 രൂപയ്ക്കാണ് കേരളത്തിൽ എവിടെയായാലും ഇൻക്ലൂഡ് ഷിപ്പിങ്ങോട് കൂടിയിട്ട് നമ്മൾ DTDC കൊറിയർ വഴി അയച്ചു തരുന്നത്. ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കാറുണ്ട്. അത് കസ്റ്റമറുടെ താല്പര്യപ്രകാരം മാത്രമാണ്. ഇന്ത്യൻ പോസ്റ്റ് വഴിയാവുമ്പോൾ നമുക്ക് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലൊക്കെയാണ് അയക്കാൻ സാധിക്കുള്ളൂ. മറ്റ് 7 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് 7 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് പ്ലാന്റ്സുകൾ അയക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകൾ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. ഒരുപാട് പ്ലാന്റ്സുകൾ പൂക്കളൊക്കെ ആയി നിൽക്കുന്നവയും അവൈലബിൾ ആണ്. ഈ ഒരു കോംബോ ഓഫർ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. മാൻഡിവില്ല പ്ലാന്റ്സിൻ്റെ വേറെ ചെറിയ പ്ലാന്റ്സിൻ്റെ സൈസും നമ്മളടുത്ത് അവൈലബിൾ ആണ്. അതിന് 300 രൂപയും കൊറിയർ ചാർജുമാണ് വരുന്നത്. അപ്പോൾ ഏത് പ്ലാന്റ്സാണ് വേണ്ടത് നിങ്ങളൊന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള പുതിയ ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.